നമസ്കാരം. ഇറാൻ മണ്ണിൽ ശത്രുക്കൾ കരയാക്രമണം നടത്താൻ മുതിർന്നാൽ ഒരാളെപ്പോലും അതിജീവിക്കാൻ അനുവദിക്കരുത്. ഇതാണ് സൈനിക മേധാവി മേജർ ജനറൽ ആർമി ഹദാമി, അതായത് ഇറാന്റെ സൈനിക മേധാവി വ്യക്തമാക്കിയത്. രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള സൈന്യത്തിന്റെ സന്നദ്ധതയും ദൃഢനിശ്ചയവും ഇതിലൂടെ പ്രകടമാണ്, അല്ലെങ്കിൽ വ്യക്തമാണ്. ആക്രമണകാരികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഒരു വിധത്തിലും പാടില്ല എന്നാണ് കമാൻഡർമാർക്ക് കർശന നിർദ്ദേശമുള്ളത്. ഏപ്രിൽ 2-ന് സൈന്യത്തിന്റെ കമാൻഡർ ആൻഡ് കൺട്രോളർ സെന്ററിൽ നിന്നും ഓൺലൈൻ വഴി വിവിധ സേനാ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം എത്തിയത്. രാജ്യത്തുടനീളമുള്ള കര, വ്യോമ, നാവിക സേനകൾ ഏത് തരത്തിലുള്ള ശത്രുതാപരമായ നീക്കങ്ങളെയും നേരിടാൻ ആക്രമണപരമായ പ്രതിരോധപരമായും സജ്ജമായിരിക്കണം എന്നതാണ് കടുത്ത നിർദ്ദേശം. ശത്രുക്കളുടെ ഓരോ നീക്കവും നിമിഷം പ്രതി നിരീക്ഷിക്കുവാനും കൃത്യമായ സമയത്ത് തിരിച്ചടിക്കുവാനും ആഹ്വാനമുണ്ട്. ശത്രുവിന്റെ കരസേന ഇറാൻ അതിർത്തി ലംഘിച്ചാൽ ഒരാക്രമണകാരി പോലും തിരിച്ചു പോകാൻ പാടില്ല. പക്ഷപാതമില്ലാത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സൈനിക മേധാവി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനിലെ പൗരന്മാർ അരക്ഷിതാവസ്ഥയിൽ കഴിയുമ്പോൾ ലോകത്തെ ഒരു പ്രദേശവും സുരക്ഷിതമായിരിക്കില്ല എന്നും രാജ്യത്തെ യുദ്ധഭീതിയിൽ നിന്ന് മുക്തമാക്കുകയാണ് തന്ത്രപരമായ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധാനന്തര പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഹദാമി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇറാന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കാനുള്ള അമേരിക്കൻ ഇസ്രയേൽ ഗൂഢാലോചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയും മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കം മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളടക്കം നടന്ന വ്യോമാക്രമണങ്ങൾക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ നിലവിൽ തിരിച്ചടി നൽകുന്നത്. എല്ലാം ഇറാനു വേണ്ടി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ അന്തിമ വിജയം വരെ പോരാട്ടം തുടരുമെന്നാണ് സൈനിക മേധാവിയുടെ നിലപാട്, അല്ലെങ്കിൽ നയം. യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ആക്രമണം തുടരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് തരം പോലെ മാറ്റി പറയുകയും മറച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾക്ക് എന്നാൽ അയവൊന്നും വന്നിട്ടില്ലതാനും. എന്തായാലും ബുധനാഴ്ചയുണ്ടായ ഇസ്രയേൽ US ആക്രമണത്തിൽ ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രി കമാൻഡർ ഹരാസിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിരുന്നു. ഇസ്രയേലും US ചേർന്ന് വധിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന ഹരാസി ഇറാൻ ആണവായുധം നേരിടുന്നതിനായി വാദിച്ചിരുന്ന ആളാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആശുപത്രിക്കും കേടുപാടുകൾ പറ്റിയിരുന്നു. എന്തായാലും ഇസ്രയേലിലേക്കും ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ഘടിപ്പിച്ചിരുന്നു. യമനിലെ ഹൂത്തികളും ഇസ്രയേലിലേക്കും മിസൈൽ അയച്ചു. എന്തായാലും ഇസ്രയേലിന്റെ ഹൈഫ തുറമുഖം ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായി. അതിനിടെയാണ് ജനുവരിയിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിൽ US-നും ഇസ്രയേലിനും വേണ്ടി പ്രവർത്തിച്ചു എന്ന് ആരോപിച്ച് 18-കാരനെയും ഇറാൻ തൂക്കിക്കൊന്നത്. എന്തായാലും നാൾക്കുനാൾ വർദ്ധിച്ചിരിക്കുന്ന ഈ സംഘർഷത്തിൽ ഇനി ആർക്ക് അടിയറവ് പറയുമെന്നത് നമുക്ക് എന്തായാലും കാത്തിരുന്നു കാണാം.